ഇടയൻ വത്സലനാം നായകനും താൻ തൻ കൃപയാൽ മേച്ചിടുമെന്നെ കുറവേതുമെനിക്കില്ലതിനാൽ കർത്താവിൻ നല്ലോരിടയൻ വത്സലനാം നായകനും താൻ തൻ കൃപയാൽ മേച്ചിടുമെന്നെ കുറവേതുമെനിക്കില്ലതിനാൽ പച്ചപ്പുൽത്തകിടികളിൽ താൻ വിശ്രാന്തി എനിക്കരുളുന്നു. പച്ചപ്പുൽത്തകിടികളിൽ താൻ വിശ്രാന്തി എനിക്കരുളുന്നു. കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നമുക്കൊന്ന് ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അമ്മച്ചിയെ യാത്രയാക്കാം. ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ചിട്ടുള്ള വിശുദ്ധ കൂദാശകളും ദൈവത്തിൻ്റെ ന്യായാസനത്തെങ്കിൽ അമ്മച്ചിക്ക് ആശ്വാസമാകട്ടെ. നിത്യജീവൻ്റെ കിരീടം അമ്മച്ചിയെ ദൈവം അണിയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭക്തിപൂർവ്വം നമുക്ക് തിരുക്കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട തൈലസൻ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വയ്ക്കും. അതുപോലെ തന്നെ സന്ദേശവും അച്ഛൻ നൽകുന്നതാണെന്ന് അറിയിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ആരംഭിക്കാം. അനുദപിക്കുന്ന ഭാവികളുടെ നിത്യസങ്കടമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായ പരിനീറിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്നായുള്ള പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപേണ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മുഖത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും അഭിനയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെ ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവൻ പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. അതിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. സ്നേഹിതന്റെ മേൽ അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കടിക്ക് തുല്യമാകുന്നു. പരസ്പര ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മണ്ണിലെ നാദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ അർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരവുമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. അല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോട് ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസികവരമെന്നരുളേണം. വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി നീ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തിയിലെത്തു പകർന്നീടും. മധ്യത പുണരുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും. മധ്യതയേതും സകലേശൻ നിധനം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാട്ടിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെ അഖിലേശ. മഹിമയോടന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിറത്തണമേ. നല്ല വരത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരനെ വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കായിലെ സഭയ്ക്കെഴുതിയ ലേഖനം. എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേൽക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി
അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നത്തെ അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. യോഹന്നാൻ അറിയിച്ച കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും അയച്ചവരെ വിശ്വസിക്കുകയും ചെയ്തവര് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, അവരിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം എടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. ഇതുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് അവിടെ അധികാരം അവരെ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇത് വിസ്മയിക്കേണ്ട, എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർത്തലും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർത്തലുമായി പുറത്തു വരും. വേർപാടില് വിദ്യരായിരിക്കുന്ന കുടുംബ അംഗങ്ങളെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള പ്രാർത്ഥന നിശോചനം പ്രത്യേകമായ അവസരത്തിൽ അറിയിക്കുന്നു. തമ്പുരാൻ കുടുംബത്തെ ആശ്വസിപ്പിക്കുവാനും സമാധാനിപ്പിക്കുവാനും ഒപ്പമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 86 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ടുള്ള വലിയ ഭാഗ്യം തമ്പുരാൻ നശിപ്പിച്ചു കൊടുത്തു. കുറിച്ച് ചിന്തിക്കുമ്പോൾ വലിയ ഭാഗ്യം ചെയ്ത ഒരു അമ്മയെ കുറിച്ചാണ് മനസ്സിലേക്ക് വരുന്നത്. ജീവിതത്തിലെ വലിയ സഹനങ്ങളൊന്നുമില്ലാതെ വളരെ ശാന്തമായി ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലമുള്ള പരിചയത്തിന്റെ വെളിച്ചത്തിലിരിക്കുന്നതാണ് തോന്നുന്നത്. വളരെ ശാന്തമായി ജീവിക്കുന്ന ഒരു വലിയ ജീവിതത്തിന്റെ ഉടമയാണ്. മരണപ്രകാരം തന്നെ വലിയ ഭാഗ്യപ്പെട്ട ഒരു മരണം. മിക്കവാറും മാസങ്ങളിലൊക്കെ വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് ഈശോയോട് ചേർന്ന് കൂടുതൽ പ്രാർത്ഥിച്ച് മനസ്സിനെ ജീവിതത്തെയുമൊക്കെ ശുദ്ധീകരിച്ച് തമ്പുരാന്റെ സന്നിധിയിൽ എത്തുവാൻ തക്കവണ്ണം ജീവിതത്തെ ഒരുക്കി കടന്നുപോയ ഒരു നല്ല മനുഷ്യരുടെ ഓർമ്മയാണ് മനസ്സിലേക്ക് വരുന്നത്. വളരെ പ്രസരിപ്പോടുകൂടെ സന്തോഷത്തോടുകൂടെ കസേരയിലിരിക്കുന്ന അമ്മയുടെ ഓർമ്മയാണ് മനസ്സിലേക്ക് പ്രത്യേകിച്ച് കടന്നു വരുന്നത്. അത് തമ്പുരാന്റെ വലിയൊരു കൃപയാണ്, അനുഗ്രഹമാണ്. വളരെ ശാന്തമായി ജീവിതത്തെ നീക്കുവാനായിട്ട് ഒപ്പം തന്നെ സന്തോഷത്തോടുകൂടെ അവസാനം വരെ ആകുവാനായിട്ടും സാധിക്കുക എന്നുള്ളത് ചുരുക്കം ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന വലിയൊരു ഭാഗ്യമായിട്ടാണ്. അവിടെ തമ്പുരാന്റെ സന്നിധിയിലാണ് അമ്മച്ചി എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. ജീവിതമല്ലേ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി സാധിക്കത്തുള്ളൂ. ജനിച്ചു മരണം ഉറപ്പാണ്. അവരെപ്പോഴാണ് വരിക എന്ന് അറിയത്തില്ല. അതുകൊണ്ട് സദാ ഒരുങ്ങിയിരിക്കുവാനായിട്ട് ജാഗ്രതയുള്ള വ്യക്തികളായിരിക്കണമെന്നുള്ള സൂചനയാണ് മരണത്തെ മുൻനിർത്തിക്കൊണ്ട് തമ്പുരാൻ തന്നെ ഉറപ്പെടുത്തുന്നത്. ഈശോ മരണത്തെ കണ്ടപോലെ കാണുവാനായിട്ട് സാധിക്കണമെന്നുള്ളത് വിലപ്പെട്ട കാര്യമാണ്. ഈശോ മരണത്തെ കണ്ടത് എല്ലാം പൂർത്തീകരിക്കപ്പെട്ട അവസാനത്തെ സമയമായിട്ടാണ്. കുരിശിൽ കിടന്നുകൊണ്ട് എല്ലാം പൂർത്തിയായിരുന്നു. ഇനി ഒന്നും ചെയ്തു തീർക്കാനായിട്ടില്ല. ഇനി ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാനായിട്ടാണ് ഉള്ളത് എന്ന് മാത്രം പിതാവിന്റെ കരങ്ങളിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട്, പിതാവേ നിന്റെ കരങ്ങളിൽ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സംതൃപ്തിയോടുകൂടെ കടന്നു പോകുന്നതാണ് മരണം. അപ്രകാരം കടന്നു പോകുന്നത് എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ്. എല്ലാ ജോലിയും തീർത്ത് അത് തന്നെ മരണം തന്നെ ഒരു 8ാമത്തെ കുദാശയായിട്ട് മാറ്റപ്പെടുന്നു എന്നതാണ് പല വിശുദ്ധരും പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്രകാരമാണ് മരണത്തെ കാണാനായിട്ട് ഒരു കുദാശ, ഈശോ മരണത്തെ കുദാശ ആക്കുവാനായിട്ട് വിശുദ്ധീകരിക്കുവാനായിട്ട് ഇടവന്നു.
അതുകൊണ്ട് ഓരോ മരണവും വിശുദ്ധീകരിക്കപ്പെടുത്തുകയാണ്, അല്ലെ നമ്മളെ തമ്പുരാനിലേക്ക് ചേർക്കുകയാണ്. എവിടെ നിന്ന് വന്നു അവിടേക്ക് കടന്നു പോകാനായിട്ടുള്ള ജീവിതമാണ്. ഈ ലോകത്തിലെ ശാശ്വതമായ ഭവനം നമുക്കില്ല, നിത്യമായ വസതിയില്ല. സ്വർഗമാകുന്ന ഭവനത്തിന്റെ മക്കളായ നാം ഈ ലോകത്തിലെ തീർത്ഥാടകരെ മാത്രമാണ്. എവിടെ നിന്ന് വന്നു അവിടേക്ക് കടന്നു പോകാനായിട്ടുള്ളതാണ്. അപ്രകാരം ഓരോ മരണവും ഈ ലോകത്തു നിന്നുള്ള കടന്നുപോകൽ. എന്നാൽ അത് നിരാശാജനകമല്ല, മറിച്ച് പ്രത്യാശയുടെ ജീവിതമാണ്. നിത്യമായ ഒരു ജീവിതത്തിലേക്കുള്ള കടന്നുപോക്കിന്റെ വാതിൽപ്പടി മാത്രമാണ് മരണമെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് ഇടവരട്ടെ. വിശ്വാസിക്കാണ് അപ്രകാരം അതിനെ സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നത്. രണ്ട് കൈയിൽ നീട്ട് മരണം സ്വീകരിക്കുവാനായിട്ട് ഇടവരണമെന്ന് വിശുദ്ധരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പൂർണ്ണമാട്ടിയെ പോലെ സ്വീകരിക്കുവാനായിട്ട്, സഹോദരിയെ പോലെ മരണത്തെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കണമെന്ന് നമ്മെ വചനം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ അമ്മച്ചിയുടെ കടന്നുപോക്കല് ഏറെ ധന്യമായ കടന്നുപോക്കലാണ്. ഈ അവസരത്തിൽ പ്രത്യേകമായിട്ടും മനസ്സിലേക്ക് വരുന്ന മറ്റൊരു കാര്യവും, ഈ അമ്മച്ചി ഭാഗ്യപ്പെട്ട വ്യക്തി എന്ന് പറയുവാനായിട്ട് ഈ കുടുംബത്തിലെ ഈ അമ്മച്ചിക്ക് ലഭിച്ച വലിയ ശിശുവാണ്. പല കുടുംബങ്ങളിലും പ്രായമായ വ്യക്തികളെ മാറ്റി നിർത്തുവാനായിട്ടും ക്ലേശപൂർണമാണ്, ബുദ്ധിമുട്ടാണ്, ശുശ്രൂഷിക്കുവാനായിട്ട് സാധിക്കത്തില്ല. പരാതിയും പരിഭവവും ആകുലതയും അസ്വസ്ഥതയും ഒക്കെയായിട്ട് പല കുടുംബങ്ങളും പല വ്യക്തികളും കടന്നു പോകുമ്പോൾ ഈ കുടുംബത്തിലെ കാണാനായിട്ട് സാധിച്ച വിലപ്പെട്ട ഒരു കാര്യം, സന്തോഷത്തോടുകൂടെ അമ്മയെ ശുശ്രൂഷിക്കുവാനായിട്ട് വലിയൊരു മനസ്സിന്റെ ഉടമകളെ കാണാനായിട്ട് സാധിക്കും. അത് വലിയൊരു മാതൃക തന്നെയാണ്. യാതൊരു പരാതിയും ഇല്ലാതെ ഏത് പ്രതികൂലമായ അവസ്ഥയിലും ഏത് ക്ലേശപൂർവമായ അവസ്ഥയിലും അമ്മച്ചിയെ ശുശ്രൂഷിക്കുവാനായിട്ട് കാണിച്ച വലിയ താല്പര്യം ആ കുടുംബത്തിന്റെ, പ്രത്യേകിച്ച് രണ്ട് വ്യക്തികളുടെ നമുക്ക് കൂടുതൽ അറിയാം എന്നതുകൊണ്ട് തന്നെ ആ ജീവിതത്തിന്റെ പ്രത്യേകത തന്നെ അവിടെ എടുത്തു കാണുവാനായിട്ട്, ശുശ്രൂഷിച്ച് ഇരുത്തുവാനായി വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ പ്രായമായ വ്യക്തിയാണ്, അതിൻ്റെതായ യാതൊരു വിധത്തിലുള്ള കുറവുകളും ആ കുടുംബത്തിൽ കാണാൻ എപ്പോഴും വൃത്തിയും വിലയും വെടിപ്പുമായിട്ട് ആ വീടും ഒപ്പം തന്നെ വ്യക്തിയും അമ്മച്ചിയും എല്ലാം ആയിത്തീരുവാനായിട്ട് സാധിച്ചതിന്റെ പ്രത്യേകത അവരുടെ കഠിനമായ പരിശ്രമത്തിന്റെ ശുശ്രൂഷയുടെയും പ്രത്യേകത ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് ഇതൊക്കെ വലിയ മാതൃകയായിട്ട് നിൽക്കുന്ന കാര്യമാണ്. അവിടെ അമ്മച്ചിയെ അത് എപ്പോഴും പറയുമായിരുന്നു, ഇവരെ കുറിച്ച് പറയുമായിരുന്നു. ശിമോള് അതുപോലെ തന്നെ സിസി ഇവര് വളരെ സന്തോഷത്തോടുകൂടെ തന്നെ ശുശ്രൂഷിക്കുന്നു. അതിന് ഒരു ആനന്ദം കണ്ടെത്തുവാനായിട്ട്, സംതൃപ്തി ഉണ്ടാകാനായിട്ട്, പരാജയവും പരിഭവവും അവരെ കുറിച്ച് ഇല്ലാതെ സന്തോഷം പറയുവാനായിട്ട് പലപ്പോഴും അമ്മച്ചിക്ക് സാധിച്ചിട്ടുണ്ട്. ദീർഘമായ നേരം സംസാരിക്കുവാനായിട്ട് അമ്മച്ചി തയ്യാറാണ്. അതിന്റെ മനസ്സിന്റെ സന്തോഷമാണ് അവിടെ എല്ലാം പ്രകടമാകാനായിട്ട് ഇടവന്നത്. അവിടെ അമ്മച്ചി വളരെ സന്തോഷത്തോടെയാണ് ഈ ഭൂമിയിൽ നിന്നും കടന്നത്. പ്രായമായെങ്കിലും അധികമായിട്ട് കിടന്ന് ബുദ്ധിമുട്ടാനായിട്ട്, ഒത്തിരി സകലങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ഒന്നും ഇടവന്നിട്ടില്ല. തമ്പുരാന്റെ കരങ്ങളിൽ ഈശോ പിടിച്ചു മരിച്ചതുപോലെ തന്നെ പിതാവിന്റെ കരങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള ആ രീതിയിൽ തന്നെ ശാന്തമായി മരിക്കുവാനായിട്ട് അമ്മച്ചിക്ക് സാധിച്ചു. അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് നല്ല ഓർമ്മകളാണ്. എന്നാൽ ജീവിതമല്ലേ പല വിധത്തിലുള്ള കുറവും പോരായ്മകളും ഒക്കെ സ്വാഭാവികം മാത്രമാണ്. അങ്ങനെയുള്ള കുറവും പോരായ്മകളൊക്കെ ഈ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് നിത്യ സമ്മാനത്തിന് അർഹമാക്കണമേ നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. കൂടി എല്ലാവരുടെയും പേരുള്ള അനുശോചനം പ്രത്യേകമായിട്ട് കുടുംബത്തിലെ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകമായിട്ട് തന്നെ ഉണ്ടാവും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമൂല്യമായ രക്തചൊന്ന് രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനങ്ങളിൽ രക്ഷവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായേ, ഒരു ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും
അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായേ, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സഹസ്രകമല്ലാതെ ജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിനെ ജനിച്ചവനും എന്നാൽ സ്തുതിപ്രാപ്തവനും ഏകത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവം പിതാവിനോട് സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രകൃതം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമറിയത്തിലെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പേദകൾ സഹിക്കുകയും സ്ലീബായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസിന്റെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. മഹനീയമായ ത്രിത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ആമേൻ.